പറഞ്ഞ് മനസ്സിലാക്കിയാറുണ്ട്. എനിക്കറിയാം, എൻ്റെ കുടുംബം ഞാൻ ഇതുവരെ ഞാൻ നോക്കി നടത്തിയിരുന്നതാണ്. നീ പുതിയതായിട്ടൊന്നും എനിക്ക് പറഞ്ഞു തരേണ്ട ആവശ്യം. അങ്ങനെ ആവശ്യമില്ലാത്ത നിൽക്കണം. ഒന്നിനത്തെ മോളുള്ളതല്ലേ. പിന്നെ ആ താത്ത എത്ര പാവാണ്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വീട്ടുപണി എടുത്തിട്ട് ഞങ്ങൾ കൊടുക്കണം നക്ക പൈസ കൊണ്ടല്ല ഞങ്ങൾ ഈ കുടുംബം കഴിയണം. ഒന്നും ഇക്ക എന്തിനും പണിക്കും ജോലിക്കും കാര്യങ്ങളൊന്നും പോണില്ല. പിന്നെ എന്തിനാ വെറുതെ പാവത്തിന് ഇട്ടിട്ട് ഇങ്ങനെ ദ്രോഹിക്കണത്? കമ്മല് കൊണ്ടാ അതുകൊണ്ടാ ഇതുകൊണ്ടാണ്. ആ കള്ളുകൂടിയൊക്കെ ഒന്ന് നിർത്തിക്കൂടെ? നീ ഞാൻ വലിയ വർത്താനം പറയാൻ നിൽക്കണം. നീ ഇല്ലാന്ന് പറഞ്ഞ നുണ പറഞ്ഞതല്ല, നീ എന്നെ ഉപദേശിക്കാൻ നിൽക്കണം. എൻ്റെ മക്കളിനെ എൻ്റെ ഭാര്യനെ നോക്കാൻ എനിക്കറിയാം. അവരാളുടെ ഉപദേശം കൊണ്ട് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, മനസ്സിലായില്ലേ? ഞങ്ങൾ കുടുംബ വഴക്കിൽ പല കാര്യങ്ങളുണ്ടാവും, വഴക്കുണ്ടാവും. അത് നീ ഇന്ന് ഇടപെടേണ്ട ആവശ്യമില്ല ഇതിൽ. നീ ഇതിന് ആവശ്യമില്ലാണ്ട് നീ ഇതിൽ തലയിടണത്. ഉപദേശിക്കാറില്ല, എൻ്റെ അടുത്ത് ഉപദേശിക്കണ്ട. ഞാൻ ഉപദേശം ഒരാളുടെ സ്വീകരിക്കാറില്ല. വെറുതെ ആവശ്യമില്ലാണ്ട് ഉപദേശിക്കാൻ നടക്കുക. നീ അവിടെ ഇറങ്ങി ഇങ്ങോട്ട് വർത്താനം പറയാണ്ട്. ഇത് ഇറങ്ങ്, പറഞ്ഞ് മനസ്സിലായില്ലേ? ശരി മോനെ, ഞാൻ പോട്ടെ. ഇപ്പൊ കണ്ടില്ലേ, ഇവിടെയും വന്നിട്ട് മോനായിട്ട് വല്ല പ്രശ്നം ഉണ്ടാവും വേണ്ട തന്നെ അവിടെ നിന്ന് ഓടിക്കൊണ്ടിട്ട് വന്നത്. എന്താന്നാ ഇതേ തന്നെ കുടുംബത്തും പ്രശ്നം. ഒരു പണിക്കും തുരത്തിനും പോകൂല. എന്തെങ്കിലും പണിക്ക് പോയിങ്ങാണ്ട് വൈകുന്നേരം വരും